ശശി തരൂരിന്റെ വിവാദ അഭിമുഖത്തിൽ കോൺഗ്രസിന് മുസ്ലിം ലീഗിന്റെ മുന്നറിയിപ്പ്. പ്രശ്നം ഗൗരവമായി കണക്കിലെടുത്തേ മതിയാകൂ എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചു മുന്നോട്ട് പോകണമെന്നും ലീഗ് വ്യക്തമാക്കുന്നു. സ്വാഭാവികമായും കോൺഗ്രസ് അതിൻ്റേതായിട്ടുള്ള ഒരു തീരുമാനത്തിലൊക്കെ എത്തും. പാർട്ടിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് നേതൃസ്ഥാനത്ത് വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. കാരണം അത് ഘടകകക്ഷികളാണ്, ഞങ്ങളല്ലല്ലോ പറയേണ്ടത്. അത് ഓരോ പാർട്ടിയും അവരുടെ കാര്യത്തിൽ ഓരോ പാർട്ടിയും അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തിൽ കാര്യങ്ങൾ എടുക്കണം. അടുത്ത് വരികയാണ്. ഈ സമയത്ത് UDFനെ നയിക്കുന്ന പാർട്ടിയായ കോൺഗ്രസ് വളരെ സ്ട്രോങ് ആയി മുന്നോട്ട് പോകേണ്ടതാണ്. അത്തരം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആ പാർട്ടി പരിഹരിക്കേണ്ടതാണ്. അത് അവർ പരിഹരിക്കും എന്നാണ് ലീഗിന്റെ പ്രതീക്ഷ എന്ന് തങ്ങൾ പറഞ്ഞു. പിന്നെ പ്രസ്താവനയുടെ ഡീറ്റെയിൽസ് ഇനി അധികം ചോദിച്ചുകൊണ്ടിരുന്നാൽ മറുപടി പറയാൻ കഴിയില്ല. KB ശ്രീധരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീധരൻ, ഒരിടക്കാലത്ത് സംസ്ഥാന കോൺഗ്രസ് കൈയൊഴിഞ്ഞ സമയത്ത് പാണക്കാടായിരുന്നു തരൂരിന് അഭയം നൽകിയത്. ഇപ്പോൾ മുസ്ലിം ലീഗ് കടുപ്പിച്ച് പറയുന്നു, ഇടപെടണം, പ്രശ്നം പരിഹാരം കണ്ടേ മതിയാകൂ എന്ന്. ആര്യ, മൂന്നാമതൊരു വട്ടം കൂടി പ്രതിപക്ഷത്തിരിക്കാൻ ലീഗ് തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനു മുൻപ് തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും UDF മിന്നുന്ന വിജയം നേടേണ്ടത് അത്യാവശ്യമാണ്. ഈ കാര്യങ്ങളാണ് കോൺഗ്രസ് നേതൃത്വത്തെ ലീഗ് ധരിപ്പിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ശശി തരൂർ വിവാദം കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ പോലും കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടി മുസ്ലിം ലീഗ് നൽകുന്നുണ്ട്. അതായത് ഈ വിഷയം അങ്ങനെ അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവില്ല, ഇത് ഗൗരവത്തിൽ തന്നെ എടുക്കണം എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ കോൺഗ്രസ് തന്നെ പരിഹരിക്കണം, അവർ തന്നെ ഇടപെട്ട് പരിഹരിക്കണം. ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരം വിവാദങ്ങൾ വരുന്നത് ഒരിക്കലും ഗുണം ചെയ്യില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി മുസ്ലിം ലീഗ് നൽകുന്നുണ്ട്. ഏതായാലും PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കും. നേരത്തെയും ഈ വിഷയത്തിൽ ശശി തരൂരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ലേഖന വിവാദ കാലത്ത് തന്നെ മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞിരുന്നു. ആ സ്റ്റാൻഡ് തന്നെ അവർ തുടരുന്നു. വിഷയം എന്തായാലും കോൺഗ്രസ് പരിഹരിച്ചേ മതിയാകൂ എന്നുള്ള ഒരു മുന്നറിയിപ്പ് രീതിയിൽ തന്നെയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പ്രതികരിക്കുന്നത്. ശരി.